ഇന്നത്തെ നമ്മുടെ ലെസൺ ഒരു വൊക്കാബുലറി ലെസണാണ്. ഗ്രാമർ പഠിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വൊക്കാബുലറി. പുതിയ വാക്കുകൾ അറിഞ്ഞിരിക്കുക, പ്രത്യേകിച്ചും കോമൺ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന വാക്കുകൾ. എത്രയോ വാക്കുകൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്ത വാക്കുകളുണ്ട്. അത്തരം വാക്കുകളൊക്കെ പഠിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ. ഇപ്പോൾ കുറ്റപ്പെടുത്തുക, സംരക്ഷിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പ്രശംസിക്കുക, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടി വരുന്നതല്ലേ. എപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആവശ്യം വരുന്ന വാക്കുകളാണിതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ചില വാക്കുകളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഒരു 10 വേർഡ്സ് മാത്രം ഇന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് വൺ, ബ്ലെയിം. ബ്ലെയിം എന്നാൽ കുറ്റപ്പെടുത്തുക. കുറ്റപ്പെടുത്തി എന്ന് പറയണമെങ്കിൽ ബ്ലെയിംഡ് എന്ന് പറയാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബ്ലെയിംഡ് എന്ന് തന്നെ. അപ്പോൾ ബ്ലെയിം എന്നാൽ കുറ്റപ്പെടുത്തുക. ഡോണ്ട് ബ്ലെയിം അതേഴ്സ് ഫോർ യുവർ മിസ്റ്റേക്സ്. നിങ്ങളുടെ മിസ്റ്റേക്സിന് നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യല്ലേ. ഡോണ്ട് ബ്ലെയിം അതേഴ്സ് ഫോർ യുവർ മിസ്റ്റേക്സ്. അപ്പോൾ അവിടെ ബ്ലെയിം എന്നുപയോഗിച്ചു. ഇനി ഹീ ബ്ലെയിംഡ് മീ, അവൻ എന്നെ കുറ്റപ്പെടുത്തി. ബ്ലെയിംഡ് ഉപയോഗിച്ചു, പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. ഇനി അടുത്ത വാക്ക് ഫോർഗെറ്റ്. ഫോർഗെറ്റ് എന്നാൽ മറക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു ബ്രിങ് യുവർ ID കാർഡ്. നിങ്ങളുടെ ID കാർഡ് കൊണ്ടുവരാൻ മറക്കല്ലേ. ഫോർഗെറ്റ് എന്നത് മറക്കുക. ഇനി ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ മറന്നു, പാസ്റ്റ് ടെൻസായി. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം അല്ലെങ്കിൽ ഒരു വേർബിൻ്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് ഫോർഗോട്ട് എന്ന് തന്നെയാണ്. ഐ ഓൾവേസ് ഫോർഗെറ്റ് മൈ പെൻ. ഞാൻ എപ്പോഴും എൻ്റെ പെൻ മറക്കാറുണ്ട്. വൈ ഡു യു ഫോർഗെറ്റ് യുവർ പെൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ പെൻ മറക്കുന്നത്? അപ്പോൾ അവിടെയൊക്കെ ബേസ് ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്ത വാക്ക് പ്രൊട്ടക്റ്റ്. പ്രൊട്ടക്റ്റ് എന്നാൽ സംരക്ഷിക്കുക. സംരക്ഷിച്ചു എന്നാണെങ്കിൽ പ്രൊട്ടക്റ്റഡ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോമാണ്. തേർഡ് ഫോമും പ്രൊട്ടക്റ്റഡ് എന്ന് തന്നെയാണ്. ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്റ്റ് യു. ഞാൻ എന്നും നിന്നെ സംരക്ഷിക്കും. ഐ വിൽ ഓൾവേസ് പ്രൊട്ടക്റ്റ് യു. പ്രൊട്ടക്റ്റ് യുവർ സ്കിൻ ഫ്രം ഹാംഫുൾ UV റേസ്. അൾട്രാ വയലറ്റ് റേസിൽ നിന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ സംരക്ഷിക്കൂ. ഹാംഫുൾ ആയിട്ടുള്ള റേസ്, ഹാംഫുൾ മീൻസ് ദോഷകരമായി മാറുന്ന അൾട്രാ വയലറ്റ് റേസ്. അടുത്ത വാക്ക് മെയിൻറ്റെയിൻ. മെയിൻറ്റെയിൻ എന്നാൽ പരിപാലിക്കുക, നിലനിർത്തുക എന്നൊക്കെയാണ് മീനിങ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. വളരെ ആരോഗ്യകരമായ ഒരു ലൈഫ് സ്റ്റൈൽ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ദ പൈലറ്റ് വാസ് സ്ട്രഗ്ലിംഗ് ടു മെയിൻറ്റെയിൻ ദ കൺട്രോൾ ഓഫ് ദി എയർക്രാഫ്റ്റ്. എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു നിയന്ത്രണം നിലനിർത്തിക്കൊണ്ട് പോകാൻ പൈലറ്റ് സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു, വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. മെയിൻറ്റെയിൻ എന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് മെയിൻറ്റെയിൻഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മെയിൻറ്റെയിൻഡ്. ഇനി നൗൺ ഫോമാണ് മെയിൻ്റനൻസ്. ആ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന ഒരു ആക്ട്, ദ ആക്ട് ഓഫ് മെയിൻറ്റെയിനിങ്, നിലനിർത്തിക്കൊണ്ട് പോകൽ. ഹീ ഈസ് ടേക്കിംഗ് ക്ലാസ്സസ് ഇൻ കാർ മെയിൻ്റനൻസ്. കാറിൻ്റെ മെയിൻ്റനൻസ്, അതിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്നുണ്ട്. ഹീ ഈസ് ടേക്കിംഗ് ക്ലാസ്സസ് ഇൻ കാർ മെയിൻ്റനൻസ്. അവിടെ നൗൺ ഫോമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വേർഡ് ഇഗ്നോർ. ഇഗ്നോർ എന്നാൽ അവഗണിക്കുക. ഗിവ് ലിറ്റിൽ ഓർ നോ അറ്റൻഷൻ. ഒട്ടും ശ്രദ്ധിക്കാതെ അത് അവഗണിക്കുക എന്ന മീനിങ് ആണ് ഇഗ്നോർ. അതിൻ്റെ ഒരു പാസ്റ്റ് ടെൻസ് ആണ് ഇഗ്നോർഡ്. അപ്പോൾ അവഗണിച്ചു എന്നാവും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇഗ്നോർഡ്. ഷീ ഇഗ്നോർഡ് ഹിസ് റൂഡ് റിമാർക്സ്. അദ്ദേഹത്തിൻ്റെ റൂഡായിട്ടുള്ള പരുഷമായിട്ടുള്ള റിമാർക്കുകളൊക്കെ അവൾ അവഗണിച്ചു. അവളത് കാര്യമാക്കിയില്ല, അവൾ അതിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, അത് അവഗണിച്ചു എന്നാണ്. ഷീ ഇഗ്നോർഡ് ഹിസ് റൂഡ് റിമാർക്സ്. അഫോർഡബിൾ. അഫോർഡബിൾ എന്ന് പറഞ്ഞാൽ അതൊരു അഡ്ജക്റ്റീവാണ്, ഒരു നാമവിശേഷണമാണ്. താങ്ങാവുന്നത്. അഫോർഡബിൾ കാർ എന്ന് പറഞ്ഞാൽ അഫോർഡ് ചെയ്യാവുന്ന ഒരു കാറാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില നമുക്ക് താങ്ങാവുന്നതാണ്. അഫോർഡബിൾ അപ്പാർട്ട്മെൻറ്റ്, അഫോർഡബിൾ റേറ്റ് എന്നൊക്കെ പറയാം. അഫോർഡബിൾ എന്നാൽ അഡ്ജക്റ്റീവാണ്. ദേ ഫൗണ്ട് ആൻ അഫോർഡബിൾ അപ്പാർട്ട്മെൻറ്റ് ഇൻ ദ സിറ്റി. സിറ്റിയിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് അവർ കണ്ടുപിടിച്ചു. അടുത്തത് ഫോർഗീവ്.
ഫോർഗീവ് എന്നാൽ മാപ്പ് കൊടുക്കുക, ക്ഷമിക്കുക. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഫോർഗീവ് ദോസ് ഹു ഹേർട്ട് us. നമ്മളെ വേദനിപ്പിക്കുന്നവർക്ക് മാപ്പ് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഫോർഗീവ് ദോസ് ഹു ഹേർട്ട് us. ഫോർഗീവ് എന്നാൽ മാപ്പ് നൽകുക. ഇനി അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഫോർഗേവ്. അതിൻ്റെ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഫോർഗിവൺ. പ്ലീസ് ഫോർഗീവ് മീ ഫോർ കമ്മിങ് ലേറ്റ്. ലേറ്റായി വന്നതിൽ എന്നോട് ക്ഷമിക്കൂ എന്നാണ്. പ്ലീസ് ഫോർഗീവ് മീ ഫോർ കമ്മിങ് ലേറ്റ്. എൻകറേജ്. എൻകറേജ് എന്നാൽ പ്രോത്സാഹിപ്പിക്കുക. ടീച്ചർ എൻകറേജ്ഡ് സ്റ്റുഡൻസ് ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കുട്ടികളെ ടീച്ചർ പ്രോത്സാഹിപ്പിച്ചു. എന്തിനാണ്? ഫോർ ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികളെ ഒന്ന് എൻകറേജ് ചെയ്തു. എൻകറേജ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് എൻകറേജ്ഡ്. അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എൻകറേജ്ഡ് എന്ന് തന്നെയാണ്. ഇനി എൻകറേജ് എന്ന വാക്കിൻ്റെ നൗൺ ഫോം ആണ് എൻകറേജ്മെൻറ്റ്. അത് പ്രോത്സാഹനം എന്നാണ് മീനിങ്. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് ആൻഡ് എൻകറേജ്മെൻറ്റ്. നിങ്ങളുടെ സപ്പോർട്ടിനും എൻകറേജ്മെൻറ്റിനും എല്ലാം താങ്ക്സ്. ഡിറ്റർമിൻ. ഡിറ്റർമിൻ എന്നാൽ നിർണയിക്കുക, തീരുമാനിക്കുക എന്നൊക്കെയാണ് മീനിങ്. വി നീഡ് ടു ഡിറ്റർമിൻ ദ ബെസ്റ്റ് റൂട്ട് ഫോർ അവർ റോഡ് ട്രിപ്പ്. നമ്മളുടെ റോഡ് ട്രിപ്പിന് വേണ്ട ബെസ്റ്റ് റൂട്ട് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കണം, നമ്മളത് നിർണ്ണയിക്കണം എന്നാണ് ഡിറ്റർമിൻ. ഡിറ്റർമിൻ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിറ്റർമിൻഡ്. ഡിറ്റർമിൻഡ് എന്ന് പറയുമ്പോൾ നിർണ്ണയിച്ചു അല്ലെങ്കിൽ തീരുമാനിച്ചു. ദ ന്യൂ പോളിസി വിൽ ബി ഡിറ്റർമിൻഡ് ബൈ എ സ്പെഷ്യൽ കമ്മിറ്റി. ഒരു പുതിയ പോളിസി നിർണ്ണയിക്കപ്പെടും. ആരാണ് നിർണ്ണയിക്കുന്നത്? ഒരു സ്പെഷ്യൽ കമ്മിറ്റി. അപ്പോൾ ഒരു സ്പെഷ്യൽ കമ്മിറ്റി ഈ പുതിയ പോളിസി നിർണ്ണയിക്കും എന്നാണ്, നിർണ്ണയിക്കപ്പെടും എന്നാണ്. അതാണ് വിൽ ബി ഡിറ്റർമിൻഡ് എന്നുപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഡിറ്റർമിൻഡ് എന്ന V3 ഫോം, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തത് ബെനിഫിറ്റ്. ബെനിഫിറ്റ് എന്നാൽ പ്രയോജനം, ആനുകൂല്യം, ആൻ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്നൊക്കെ പറയാം. റെഗുലർ എക്സസൈസ് ഹാസ് മെനി ഹെൽത്ത് ബെനിഫിറ്റ്സ്. റെഗുലറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ്. നമുക്ക് ആരോഗ്യത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ ഹെൽത്ത്, ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവും, ഒരുപാട് പ്രയോജനം ഉണ്ടാവും എന്നാണ്. റെഗുലർ എക്സസൈസ് ഹാസ് മെനി ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഈ പറഞ്ഞ സെൻറ്റൻസിലൊക്കെ ബെനിഫിറ്റ് എന്ന വാക്ക് നൗൺ ഫോം ആയിട്ടാണ്, പ്രയോജനം എന്ന മീനിങ്ങിലാണ്, ഒരു അഡ്വാൻറ്റേജ് എന്ന മീനിങ്ങിലാണ് ഉപയോഗിച്ചത്. ഇനി ബെനിഫിറ്റ് ഒരു വേർബായിട്ടും ഉപയോഗിക്കാം. റിസീവ് ബെനിഫിറ്റ് എന്ന മീനിങ്ങിൽ, റിസീവ് ആൻ അഡ്വാൻറ്റേജ് എന്ന മീനിങ്ങിലും ഉപയോഗിക്കാം. അപ്പോൾ വേർബായിട്ട് ഉപയോഗിക്കാം. ബെനിഫിറ്റ് എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബെനിഫിറ്റഡ്. ദ ന്യൂ പ്ലാൻ മേ ബെനിഫിറ്റ് ദ സ്റ്റുഡൻസ്. പുതിയ പ്ലാൻ സ്റ്റുഡൻസിന് പ്രയോജനപ്പെടും എന്നാണ്. അപ്പോൾ ബെനിഫിറ്റ് എന്നത് അവിടെയും ഒരു വേർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 10 കുഞ്ഞു കുഞ്ഞു വാക്കുകൾ പഠിച്ചു. ഇതെല്ലാം ഒരുപാട് സെൻറ്റൻസസ് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആവശ്യം വരുമ്പോൾ ഈ വാക്കുകളൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ കരുതുന്നു.